ഈ പാദമന്ദിരം ആ സ്വാമി വസിച്ച കാലത്ത് യാതൊരു സൗകര്യമില്ലാത്തൊരു സ്ഥലമായിരുന്നു. അതിൽ ഒരു ചെറിയ ഒരു മുറി, ഹാളൊന്നും പറയാൻ വയ്യ. ആ മുറിയിലായിരുന്നു സ്വാമി കടന്നതും ഇൻ്റർവ്യൂവിന് ആൾക്കാരൊക്കെ വിളിച്ചതും. അടുത്ത ചെറിയ മുറിയിലാണ് പ്രതിമകളും ഫോട്ടോകളൊക്കെ വെച്ചിട്ടുള്ള ആരാധനയൊക്കെ നടന്നിരുന്നത്. പക്ഷെ അവിടെ സദാസമയം സ്വാമി എല്ലാ സ്ഥലത്തും ഉള്ളതായതുകൊണ്ട് അന്ന് ദർശനം എല്ലാവർക്കും ഇഷ്ടം പോലെ കിട്ടിയിരുന്നു. സ്വാമി അവരുടെ ഇടയിൽ ഒരാളായിട്ടാണ് അവിടെ ജീവിച്ചിരുന്നത്. അവിടെ വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്വാമി തന്നെ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത്. സ്വാമി തന്നെ ഒറ്റയ്ക്കാണ് സ്വാമിക്ക് വെള്ളം കൊണ്ടതും കുളിക്കലും വെള്ളം ചൂടാക്കലും ഒക്കെ സ്വാമി. എൻ്റെ കാര്യത്തിന് മറ്റൊരാളുടെ സഹായം വേണ്ട, നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നാണ് സ്വാമി പറയണത്. ആരുടെയും സഹായത്തോടു കൂടിയല്ല ജീവിക്കേണ്ടത്. അവരവരുടെ കാര്യത്തിന് അവരവർ തന്നെ ചെയ്യണം. നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ തന്നെ തിരുമ്പണം. നമ്മൾ ഉപയോഗിച്ച പ്ലേറ്റും ഒക്കെ അത് നമ്മൾ തന്നെ കഴുകണം എന്നൊക്കെയുള്ള സിദ്ധാന്തങ്ങളൊക്കെ സ്വാമിയുടെ സ്റ്റുഡൻസിനൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അവർക്ക് കിടക്കാൻ കട്ടിലുകളൊന്നും ആവശ്യമില്ല, നിലത്ത് കിടന്നാൽ മതി. ആ കുട്ടികളൊക്കെ ഹോസ്റ്റലിലൊക്കെ പഠിക്കാൻ നിലത്തിരുന്നിട്ട് കുറച്ച് ഉയർന്ന ഒരു ഡെസ്ക് മാതിരി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ജീവിതത്തിലെ വളരെ അസൗകര്യങ്ങളിലും എങ്ങനെ സമ്യക് ഭാവം പോവാതെ, ഒന്നിനോടും വെറുപ്പും വിഷമമൊന്നും തോന്നാതെ ഏതവസ്ഥയിലും ജീവിക്കാൻ സാധിക്കണമെന്നാണ് പഠിപ്പിച്ചത്. അത് നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ സ്വാമി. നമ്മളെയൊക്കെയും പുട്ടപ്പരുത്തിയിൽ ആദ്യകാലം പോയവർ എന്തൊക്കെ പഠിച്ചു, എവിടെയൊക്കെ കടന്നു, നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, ചൂടത്തും മഴയത്തും ഒക്കെ നമ്മൾ പുറത്തൊക്കെ കടന്നില്ലേ. ഇന്നിപ്പോൾ പല സൗകര്യങ്ങളായി, AC മുറിയായി. ഇപ്പോൾ AC മുറി വേണമെന്നൊക്കെ ചോദിച്ച് പലരും ചെല്ലണം. ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് ഒന്ന് ടോയ്ലറ്റ് പോകാനോ അല്ലെങ്കിൽ കുളിക്കാനോ ഒന്നും തന്നെ സൗകര്യമില്ലാത്തൊരു കാലഘട്ടം. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ പഠിച്ചു. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ജീവിക്കാനുള്ള ഒരു ശക്തി സ്വാമിയുടെ ആ ആഹ്വാനത്തിൽ കൂടി നമുക്ക് നേടുണ്ടായി. അതുതന്നെയാണ് സ്വാമി തുടക്കത്തിലും കാണിച്ചു തന്നത് തൻ്റെ ജീവിതത്തിലൂടെ. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് ഭഗവാൻ പറഞ്ഞ് അതേമാതിരിയാണ് സ്വാമി അവസാനം വരെ, ചെറുപ്പം മുതൽക്ക് തൻ്റെ ദേഹം വേണ്ടെന്ന് വയ്ക്കുന്നവരെയും സ്വാമി അത് ശരിക്കും ജീവിതത്തിൽ പകർത്തി കാണിച്ച ആളാണ്. നമ്മളെയൊക്കെ സത്യസായി സംഘടനയിൽ പ്രവർത്തനം ചെയ്ത പഴയ എല്ലാ ഭക്തന്മാർക്കും ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായ അനുഭവങ്ങളൊക്കെയും നമ്മളെ വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. സ്വാമി മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ജീവിതത്തിൽ ഒരു വ്യക്തി അനുഷ്ഠിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ഭഗവാൻ അനുഷ്ഠിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ശുചിത്വം, ക്ലെൻലിനെസ്. പുട്ടപ്പരുത്തിയിലൊക്കെ വളരെയധികം നിഷ്കർഷിച്ചൊരു സംഗതിയായിരുന്നു ശുചിത്വം എന്നുള്ളത്. അതേമാതിരി തന്നെ പങ്ക്ച്വാലിറ്റി, സമയത്തിന് കാര്യങ്ങളൊക്കെ നടത്തുക, യോഗങ്ങൾ നടക്കുക, എന്ത് പറഞ്ഞാലും കൃത്യസമയത്ത്. ഞാൻ എത്രയോ കാലത്തെ എൻ്റെ പുട്ടപ്പരുത്തിയിലുള്ള എൻ്റെ പരിചയത്തിൽ നിന്ന് ഒരൊറ്റ പ്രാവശ്യം പോലും പറഞ്ഞ സമയം മാറിയിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വലിയ പേരുകേട്ട VIP-കളൊക്കെ സംസാരിക്കാനൊക്കെ യോഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ പലപ്പോഴും അവർ വൈകി വരുമ്പോഴേക്ക് ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ടാവും. സ്വാമി ആരെയും കാത്തു നിൽക്കില്ല, സമയം പറഞ്ഞാൽ ആ സമയത്തന്നെ നടത്തുക. അങ്ങനെ ഒരു ശീലമായിരുന്നു. അതെല്ലാവർക്കും പകർത്താൻ പറയുന്ന ഒരു ശീലമാണ്. അതേമാതിരി തന്നെയായിരുന്നു സ്വാമി എല്ലാ പ്രവർത്തനങ്ങളും തനിക്ക് സ്വന്തം ചെയ്യാൻ കഴിയുന്ന ഒക്കെ സ്വാമി ചെയ്യുമായിരുന്നു. ഇപ്പോൾ വളരെ സ്വാമിയുടെ നല്ല യുവത്വ സമയങ്ങളിലൊക്കെ സ്വാമി തന്നെ മൈക്ക് തിരിക്കും, സ്വാമി തന്നെ മൈക്ക് റെഡിയാക്കും, എല്ലാം സ്വാമി ഓടി ചെയ്യും. പെർഫെക്റ്റായിട്ടൊക്കെ സംഗതികളൊക്കെ തന്നെയും. എനിക്ക് നല്ലതായിട്ട് ഒരു ഇൻ്റർവ്യൂവിന് ഞങ്ങൾ പലരെ സത്യസായ ഓർഗനൈസേഷനിലെ കേരളത്തിലെല്ലാവരും വിളിച്ചെന്നു. എന്നെ ഏറ്റവും ആകർഷിച്ചത് പലതും കൊണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആകർഷിച്ചത് സ്വാമി ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് ആ കടലാസിലേക്ക് ഒരു സാധനം വെച്ചിട്ട് അത് മടക്കിയ രീതി. വളരെയധികം സ്വാമി ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു അതിലുള്ള ഒരു വനിതാ മെമ്പർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പൊതിയാൻ വേണ്ടി സ്വാമിയുടെ സൈഡിൽ വെച്ചിരുന്ന ഒരു കെട്ട് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അത്
എത്ര ഭംഗിയായിട്ടാണ് അടക്കി വെച്ചതെന്ന് പറയാൻ പറ്റില്ല. ഒരു ഭാഗം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നുമില്ല, അങ്ങനെ അടക്കി വെച്ചതെന്ന് വളരെ കെയർഫുള്ളായിട്ട് ആ പുസ്തകങ്ങളെടുത്ത് അതിൽ നിന്നൊരു കടലാസ് കഷ്ണം എടുത്തു. ആ കടലാസ് കഷ്ണം എടുത്തിട്ട് ഇതൊക്കെ എത്ര വേണ്ടി വരും കടലാസിനനുസരിച്ച് അത് ഇങ്ങനെ മടക്കി, പിന്നെ ഇങ്ങനെ മടക്കി. എന്നിട്ട് അതിനെ നല്ലോണം ഇങ്ങനെ നഖം കൊണ്ട് വലിച്ചിട്ട് ആ ഭാഗം മാത്രം മെല്ലെ കയറി. എന്നിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് മടക്കി ഇങ്ങോട്ട് മടക്കി ഈ സ്ഥാനത്ത് വെച്ച് ഈ പുസ്തകങ്ങളൊക്കെ അതേമാതിരി അടുക്കും കെട്ടും ചെയ്ത് അത് തന്നെ കുട്ടികളൊക്കെ കളിക്കാനുണ്ടാക്കുന്ന ഈ നമ്മൾ വിളമ്പാനൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള പാത്രം മാതിരി അതിനെ ഇങ്ങനെ 4 ഭാഗത്ത് ഒരു തുളയുള്ള മാതിരി ആക്കിയിട്ട് അതിലേക്ക് ഈ സാധനം വെച്ച് ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ട് കൊടുക്കുക. എത്ര സമയമാണ് അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ചാരുത അത്രയാണ്. അത്രയ്ക്കും പെർഫെക്ഷനോട് കൂടിയിട്ടാണ് സ്വാമി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇവിടെ അങ്ങനെ തന്നെ ഈ പഴയ മന്ദിരത്തിൽ ഫോട്ടോകളും പലരുടെയും ഫോട്ടോകളും പല ദേവതാ സ്വരൂപങ്ങളുടെ ഫോട്ടോകളും ബിംബങ്ങളും ഒക്കെ ഉണ്ട്. അതിലൊക്കെ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വയ്ക്കുന്ന മാലകളൊക്കെ പിറ്റേ ദിവസം സ്വാമി 2 മണിക്ക് മുന്നേ എഴുന്നേറ്റിട്ട് അതൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ട് ഈ മാലകളൊക്കെ ഭഗവാന്റെ ഫോട്ടോയിലും ഭഗവാൻ തന്നെ ഇടും മാലയൊക്കെ. അങ്ങനെ ഇട്ടിട്ട് എല്ലാ ദിവസവും. അപ്പോൾ ഇത് കണ്ടിട്ട് അവിടുത്തെ കുറച്ച് സ്ത്രീകൾക്ക് സ്വാമിയോട് ഭക്തിയൊക്കെ ഉള്ള സ്ത്രീകൾ അവർ വന്ന് പറഞ്ഞു, സ്വാമി ഞങ്ങൾ നോക്കാം. സുബ്ബമ്മയുടെ നേതൃത്വത്തിൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ചെയ്തോളതൊക്കെ. ഇതൊക്കെ എന്തിനാണ് സ്വാമി ചെയ്യണത്? സ്വാമിക്ക് എന്തൊക്കെ പണിയുണ്ട്? ഭക്തന്മാരൊക്കെ വരുന്നു, അവരെ നോക്കണം, അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കണം. പിന്നെ എല്ലാ സ്ഥലത്തും സ്വാമി ഇങ്ങനെ ഓടി ഓടി കളിക്കുക, അങ്ങനെ ക്ഷീണിച്ചു പോയില്ലേ. അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യാൻ പറഞ്ഞു, സമ്മതിച്ചില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാം, നിങ്ങൾ ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ, എനിക്ക് വേണ്ടിയൊന്നും ആരും ചെയ്തു തരേണ്ട ആവശ്യമില്ല. പിന്നെ ആ സ്ത്രീകൾ എന്ത് ചെയ്തു? സ്വാമി പറഞ്ഞാൽ കേൾക്കില്ല എന്ന് വിചാരിച്ചിട്ട് ആ സ്ത്രീകൾ സ്വാമി ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പ് 2 മണിയുടെ മുമ്പേ എഴുന്നേറ്റിട്ട് ഈ പണിയൊക്കെ ചെയ്യും. അത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അങ്ങനെ ശീലമായി. അതിന് പുറമേ സുബ്ബമ്മ ചെയ്യുമ്പോൾ സ്വാമിക്ക് അതിന് വിരോധമൊന്നുമില്ല. സുബ്ബമ്മയാണ് എല്ലാ കാര്യങ്ങളും ഒരു സൂപ്പർവൈസറുടെ മാതിരി അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്, എല്ലാം നോക്കി നടത്തിയതൊക്കെ സുബ്ബമ്മയായിരുന്നു. സ്വാമി ഈ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇൻ്റർവ്യൂ, അന്നൊക്കെ എല്ലാവർക്കും ഇൻ്റർവ്യൂ കൊടുക്കും. എല്ലാം ഫാമിലിയൊക്കെ ഒരുമിച്ച് വിരത്തിയിട്ട് ഒരുപാട് നേരം അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കും. അത് കഴിഞ്ഞ് സ്വാമി തന്നെ ഭജന പാടാനുള്ള സമയത്ത് മുന്നേ പോയിരുന്ന് സ്വാമി ഭജനകൾ പാടും, അതിന് ദർശനം കൊടുക്കും. അത് കഴിഞ്ഞ് ആരതിക്ക് നിന്ന് ആരതി സ്വീകരിച്ചിട്ട് സ്വാമി പോകും. ഈ ഭജന നമുക്ക് അത്ഭുതം തോന്നും. പല പരിപാടികളിലൊക്കെ ആദ്യം തുടങ്ങുന്ന പല സംഗതികളും കുറച്ച് കഴിയുമ്പോഴേക്കും നിൽക്കും. പക്ഷേ പുട്ടപ്പരുത്തിയിലെ സംബന്ധിച്ചിടത്തോളം, പശ്ചാത്തലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭജന എന്നുള്ളത് അവിടുത്തെ ആധ്യാത്മിക പ്രവർത്തനത്തിലെ അവിഭാജ്യ ഘടകമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഭജന ഇല്ലാതെ ഒന്നും തന്നെ ഇല്ല. ഭജന ഇപ്പോൾ വേദം വന്നതിന് ശേഷം കുറച്ച് കാലത്തിന് ശേഷമാണ് വേദം ജനകീയമാക്കിയത് ഭഗവാൻ. അതിനു മുമ്പേ വേദം സ്ത്രീകൾക്ക് പാടില്ല, അത് സവർണർക്ക് മാത്രമേ പാടുള്ളൂ എന്ന രീതിയിലൊക്കെയല്ല നമ്മളെ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. ശൂദ്രനൊക്കെ അത് കേട്ടാൽ ചെവിയിൽ ഈയം ചൂടാക്കി ഒഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിനൊക്കെ ഒരു വിലയില്ല. സ്വാമി ആ പാരമ്പര്യമായ സാമ്പ്രദായിക പുരോഹിതമായിട്ടുള്ള സമ്പ്രദായങ്ങളെയൊക്കെ മാറിയിട്ട് ആർക്കും പഠിക്കാം, ഏതാൾക്കും വേദം പഠിക്കാമെന്നും വേദം ചൊല്ലുന്നത് നല്ലതാണെന്നും സ്വാമി വളരെ അസന്നിഗ്ധമായിട്ട് പ്രസ്താവിച്ചു. അതിൻ്റെ പേരിൽ അത് ഒരു സമയം ആദ്യം സ്വാമി പ്രസ്താവിച്ച ശേഷം അതൊരു വലിയ ഒരു കാര്യമായിട്ട് മാറുകയും സ്വാമിയുടെ ഭക്തന്മാരിൽ 3/4 പേരും, അത് വിദേശീയരായാലും ശരി ഏത് സ്ഥലത്തുള്ളവരായാലും ശരി, അവരൊക്കെ നല്ലോണം വേദം ചൊല്ലാൻ തുടങ്ങി, വേദം പഠിച്ചു. അതിനുശേഷം വേദം സത്യസായി സംഘടനാ പ്രവർത്തനങ്ങളിലും സാധനാ ക്യാമ്പുകളിലൊക്കെ ഒരു എസെൻഷ്യലായിട്ട് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സംഗതിയായിട്ട് മാറുകയും ചെയ്തു. ഭജനയുടെ പോലെ തന്നെ അസാധ്യമെന്നൊരു സംഗതി ഭഗവാന്റെ നിഘണ്ടുവിലുള്ളതല്ലല്ലോ. അവരെ ആധ്യാത്മികതയിലേക്ക് പരിവർത്തനം ചെയ്യുക എന്ന ഏറ്റവും വലുതായിട്ടുള്ള ഉള്ളിൽ നിന്ന് സ്വാമി പല സംഗതികളും സൃഷ്ടിക്കും. ആ വിധവ സ്വാമി അതിലെ പോകുന്ന സമയത്ത് സ്വാമിയെ അവിടെ നിർത്തിയിട്ട് സ്വാമിയുടെ 2 പാദങ്ങളിലും തുളസിയില വെച്ചിട്ട് നമസ്കരിക്കും. സംഘർഷണത്വം എന്ന ഭാവം ചതുർവ്യൂഹത്തിലുണ്ട്. ആ സംഘർഷണം എന്ന് പറഞ്ഞാൽ തനിക്ക് എവിടെയും എത്താൻ സാധിക്കും.